നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാടക്കത്തറ പഞ്ചായത്ത് ഐഫ്രം ഇൻക്യുബേഷൻ സെന്റർ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പൂച്ചട്ടി സെന്ററിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും KC അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണനെ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ചടങ്ങിൽ എത്തി റവന്യൂ മന്ത്രി കെ രാജൻ പൊന്നാടയണിയിച്ച് ആശംസകൾ നേർന്നു. ആശാവർക്കർമാർക്ക് നീതി ലഭിക്കും വരെ സന്ധിയില്ലാ സമരം നടത്തുമെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി. വിശദമായ വാർത്തകളിലേക്ക്. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലെ ഐഫ്രം ഇൻക്യുബേഷൻ സെന്റർ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി അധ്യക്ഷം വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, പാണഞ്ചേരി പ്രസിഡന്റ് PP രവീന്ദ്രൻ, PS വിനയൻ, സാവിത്രി രാമചന്ദ്രൻ, സതി അജയൻ, ജിജ ജയൻ, ഉഷാ മോഹനൻ, സതി പുഷ്പാങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ U സലീൻ സ്വാഗതവും CEO ജയൻ നന്ദിയും പറഞ്ഞു. സാക്ഷ്യം വഹിക്കുക. നേരത്തെ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള ഐഫ്രത്തിന്റെ ഭാഗമായിട്ടുള്ള അന്നസ്റ്റിയും ഒരു പരിപാടി നമ്മൾ ആരംഭിക്കുന്നു എന്നതിനേക്കാൾ വിഭിന്നമായി നമ്മുടെ ജില്ലയിൽ ആദ്യമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇൻക്യുബേഷൻ സെന്റർ, അതും ഹോട്ടൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി, കാറ്ററിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ പുതിയ സംരംഭകരെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുത്തുകൊണ്ട് സ്വയം സംരംഭക രംഗത്ത് അവരെ ഏറ്റവും ശ്രദ്ധേയരായിട്ടുള്ള താരങ്ങളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം ആരംഭിക്കുന്നത്. അതിനുള്ള ആദ്യത്തെ അനുവാദം ഐഫ്രത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തിനും പ്രത്യേകിച്ച് മാടക്കത്തറ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്നസ്റ്റിയുടെ കേന്ദ്രത്തിന് ലഭ്യമായി എന്നുള്ളത് സാധാരണ നിലയിൽ ഗവൺമെന്റിന്റെ ഭാഗമാണെങ്കിലും സ്ഥലത്തെ MLA എന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിലുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി ഇൻക്യുബേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി സന്തോഷം. നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂച്ചട്ടി സെന്ററിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. നടത്തറ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് വനിതാ മെമ്പർമാരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ആക്ഷേപിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെയും സമരത്തിനിടയിലേക്ക് കയറിവന്ന് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം മിനി വിനോദിനെയും ആക്രമിച്ച CPM മെമ്പർമാർക്കെതിരെയും പോലീസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. പൂച്ചട്ടി സെന്ററിൽ നടത്തിയ പ്രതിഷേധ പരിപാടി DCC അംഗം KC അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ചവരെ ആക്രമിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്ത നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ പോലീസ് FIR ഇട്ട് കേസെടുക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KC അഭിലാഷ് പറഞ്ഞു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ, DCC സെക്രട്ടറിമാരായ ML ബേബി, TM രാജീവ്, ബിന്ദു കാട്ടുങ്കൽ, ES അനിരുദ്ധൻ, ജിത്തു ചാക്കോ, ജെയ്സൺ പുളിയലക്കൽ, ജിജോ കൊച്ചുപുരയ്ക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. അവിടെയാണ് നിങ്ങൾ ആണത്വം കാണിക്കേണ്ടത്. അല്ലാതെ പഞ്ചായത്തില് ഇല്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ ആ സമരം ചെയ്യുന്ന പ്രതിപക്ഷ നേതാക്കന്മാരുടെ മുകളിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാൻ നിങ്ങളുടെ സഹപ്രവർത്തകരെ പറഞ്ഞു കൊടുത്തതല്ല എത്തിച്ച് നിന്റെ ആണത്വം എന്നുള്ളത് അടിവരയിട്ട് ഞങ്ങൾ പറയുകയാണ്. നിനക്ക് ഓർമ്മയില്ലേ, 6 മാസം മുമ്പ് അങ്ങ് അരുമംഗലം ഷഷ്ടി നടക്കുമ്പോൾ ആഭ്യന്തരം ഭരിക്കുന്ന വാഴയുടെ പിണറായി വിജയൻ എന്ന വാഴയുടെ തണ്ട് കാണിക്കാൻ പോലീസിന്റെ മുമ്പിലേക്ക് കടന്നുപോയപ്പോൾ അടികൊണ്ടോടിയ ചരിത്രം ഈ പൂച്ചടിയും അരുമംഗലവും മറക്കില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്.
അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് വേണം നീയൊക്കെ ഐക്യജനാധിപത്യ മുന്നണി മെമ്പർമാരോട് സംസാരിക്കാനുള്ളത് ആമുഖമായി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന്, ഈ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ തൃശൂർ മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷം വഹിച്ചു. തൃശൂർ മണ്ഡലം MLA പി ബാലചന്ദ്രൻ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്നേഹാദരം അവാർഡുകൾ നൽകി ആദരിച്ചു. GHSS Villada, Don Bosco Central School, Luthera, Angels HS Trishur, Harisri Vidyanidhi School. ഫുൾ A+ നേടിയ 3 വിദ്യാർത്ഥികളുണ്ട്. കേൾവിക്കുറവുള്ള കുട്ടികൾ. കോളേജിലെ ക്യാമ്പസുകളെ ആവേശം കൊള്ളിച്ചിരുന്ന ശക്തനായിട്ടുള്ള പ്രാസംഗികരും മലയാള സാഹിത്യത്തിൻ്റെ ബിരുദാനന്തര ബിരുദം നേടി എന്നതുകൊണ്ട് മാത്രമല്ല, മലയാള സാഹിത്യത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി പറയാനും എഴുതാനും കഴിയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെയും ഉടമയാണ് നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ പി ബാലചന്ദ്രൻ. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ക്യാമ്പസിൻ്റെ ഒരു ഐക്കണായി മറ്റേത് MLA മാരെ പ്രദർശിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രീ പി ബാലചന്ദ്രനെ ഞങ്ങൾ ഇപ്പോഴും നിയമസഭയിലും ശക്തമായി കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നൽകുന്ന വിദ്യാഭ്യാസ അവാർഡിന് അതിൻ്റെ മാധുര്യവും കൂടും എന്ന കാര്യം പ്രത്യേകിച്ച് പരാമർശിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ ദീർഘമായ സംസാരത്തിലേക്ക് പോകുന്നില്ല എന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞു. കേരളത്തിൽ തവണ SSLCയുടെ വിജയശതമാനം ഏറെ മുകളിലാണ്. +2വിൻ്റെ വിജയശതമാനവും മോശമല്ലാത്ത വിധത്തിലാണ്. കേരളത്തിലെ SSLC +2 പരീക്ഷാ ഫലം കഴിഞ്ഞ് ഉയർന്ന മാർക്ക് മേടിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ ടൗൺ ഹാളിൻ്റെ വിശാലമായിട്ടുള്ള വേദിയിൽ വെച്ച് ആദരിക്കുമ്പോൾ സംഘാടകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ കൊടിയടയാളങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന സ്നേഹത്തിൻ്റെ ഗന്ധമുള്ള ഒരു പുതിയ തലമുറയെ നമുക്ക് സമ്മാനിക്കുക എന്നുള്ളതാണ്. കേരളം നമുക്കറിയാം കഠിനമായിട്ടുള്ള സാമൂഹിക അനീതികളുടെ നടുവിൽ ജീവിച്ചിരുന്നൊരു നാടാണ്. സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് പടിഞ്ഞാറക്കോട്ടയും ഊളംപാറയും കുതിരവട്ടവും അടക്കമുള്ള മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ എണ്ണ കൂടുതൽ കണ്ടതുകൊണ്ടല്ല, മനുഷ്യനായി ജീവിക്കാൻ പറ്റാത്തൊരു കാലത്തിൻ്റെ ഇരുണ്ട ചരിത്രത്തിൽ നിന്നാണ് കേരളം അതിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. നമ്മുടെ സമൂഹത്തിനകത്ത് അക്ഷരം പഠിക്കാനുള്ള അധികാരം പോലും ജാതി ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നിഷേധിക്കപ്പെട്ടൊരു കാലത്തെ കേരളം ഭ്രാന്താലയം എന്നാണ് വിളിച്ചിരുന്നതെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടിയിരിക്കാനും പഠിക്കാനും ലോകത്തിൻ്റെ വൈവിധ്യങ്ങളായ തലങ്ങളിലേക്ക് യാത്ര ചെയ്യാനും കഴിയുന്ന വിധം കേരളം ലോകത്തിൻ്റെ മുമ്പിൽ വിവിധങ്ങളായ കാര്യങ്ങളിൽ കേരള മോഡൽ അവതരിപ്പിച്ചുകൊണ്ട് ലോകത്തിനൊരു മാതൃകയായി മാറാനും കേരളത്തിന് സാധ്യമായിട്ടുണ്ട്. മുൻ നിയമസഭാ സ്പീക്കറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തേറമ്പിൽ രാമകൃഷ്ണന്റെ ജന്മശതാബ്ദി ആഘോഷത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ എത്തി തേറമ്പിൽ രാമകൃഷ്ണനെ പൊന്നാടയണിയിച്ച് ആശംസകൾ നേർന്നു. കേന്ദ്രമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപിയും തേറമ്പിൽ രാമകൃഷ്ണനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തൃശൂർ മുൻ MP TN പ്രതാപൻ, രാജൻ ജെ പല്ലൻ, VM സുധീരൻ, O അബ്ദുറഹ്മാൻ കുട്ടി, ജോസഫ് ടാജൻ, വിദ്യാധരൻ മാസ്റ്റർ തുടങ്ങിയവരും ആശംസകൾ അർപ്പിക്കുവാൻ കൗസ്തുഭ ഹാളിൽ എത്തിയിരുന്നു. ആശാ വർക്കർമാർക്ക് നീതി ലഭിക്കും വരെ സർക്കാരിനോട് സന്ധിയില്ലാ സമരം നടത്തുമെന്ന് സുന്ദരൻ കുന്നത്തുള്ളി. സംസ്ഥാന സർക്കാരിന്റെ ആശാ വർക്കർമാരോടുള്ള അവഗണന ഉടൻ അവസാനിപ്പിക്കണമെന്ന്
സുന്ദരൻ കുന്നത്തുള്ളി പറഞ്ഞു. സർക്കാരിന്റെ സ്ത്രീ ജീവനക്കാരോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ ഇത് കാണാനാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആശാമാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുതെന്നും സർക്കാരിനോട് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ 6 കരിദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂർ സ്വരാജ് റൌണ്ടിൽ കറുപ്പ് വസ്ത്രമണിഞ്ഞ് നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു INTUC ജില്ലാ പ്രസിഡന്റ് കൂടിയായ സുന്ദരൻ കുന്നത്തുള്ളി. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശകുന്തള സജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി വിദ്യ രമേശ്, വിജിനി ഗോപി, KV ജ്ഞാനേശ്വരി, R രജനി, സുമ ഗിരിജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏറ്റവും താഴെത്തട്ടില്, സമൂഹത്തിന്റെ താഴെത്തട്ടില് സേവന പ്രവർത്തകരായിട്ട് നീങ്ങുന്ന സഹോദരിമാരെ എത്രയോ വർഷങ്ങളായി അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരവുമായി മുന്നോട്ട് പോവുകയാണ്. INTUC പ്രസ്ഥാനം കഴിഞ്ഞ 13 വർഷമായി നിരന്തരമായി നിവേദനങ്ങളും സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. സ്കീം വർക്കേഴ്സിനെ മുഴുവൻ മിനിമം വേജ് പദ്ധതിയിൽ കൊണ്ടുവരണമെന്നുള്ള ആവശ്യവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. നിരന്തരമായ സമരങ്ങൾ സംസ്ഥാനത്തും ദേശീയ തലത്തിലും ഒട്ടും തന്നെ മാനിക്കാതെ മുന്നോട്ട് പോകുന്ന ഭരണവർഗത്തിനെതിരെ നിരന്തരമായി സമരം ചെയ്യുന്നു. ആ സമരത്തിനിടയിൽ കുറച്ചുകൂടി ശ്രദ്ധേയമായ പൊതുജനങ്ങൾക്കിടയിലേക്ക് സ്വീകാര്യമായി ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഒന്നുകൂടി ഉയർത്തിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് കരിവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിമാർ ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ പ്രത്യേകിച്ച് എല്ലാ തൊഴിൽ കേന്ദ്രങ്ങളിലും അവർ കറുത്ത ബാച്ച് ധരിച്ചുകൊണ്ട് സെൽഫി എടുത്ത് ഞങ്ങൾ കിട്ടുന്നതുകൊണ്ട് സമരത്തിൽ പങ്കാളിയാവുന്നു. നേതാക്കന്മാരും യൂണിറ്റ് ഭാരവാഹികളും അടക്കമുള്ള ആളുകൾ നേരിട്ട് വന്നെന്ന് തൃശ്ശൂർ പട്ടണത്തിൽ സ്വരാജ് റൗണ്ട് മുഴുവൻ നടന്ന് അവർ പ്രതിഷേധം അറിയിക്കുകയാണ്. ആ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾ അഭിവാദം ചെയ്തുകൊണ്ട് രാമവർമ്മപുരം ഗവൺമെന്റ് ഹിന്ദി അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ 2025-26 അധ്യയന വർഷത്തിൽ ഹിന്ദി അധ്യാപക തസ്തികയിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. DA ഹിന്ദി, MA ഹിന്ദി, B.Ed ഹിന്ദി, കേഡറ്റ്, സെറ്റ് എന്നിവയാണ് അടിസ്ഥാന യോഗ്യത. M.Ed, MA എഡ്യൂക്കേഷൻ എന്നീ യോഗ്യതയുള്ളവർക്ക് മുൻഗണന. വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി ജൂൺ 13 രാവിലെ 11 മണിക്ക് ഓഫീസിൽ ഹാജരാകണം. ഫോൺ 048723323440. ഒല്ലൂർ മണ്ഡലം MLA അവാർഡ് പ്രതിഭാ സംഗമം 2025 സംഘാടക സമിതി രൂപീകരണ യോഗം റവന്യൂ മന്ത്രി K. രാജന്റെ അധ്യക്ഷതയിൽ നടന്നു. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്റർ ഹാളിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി അധ്യക്ഷം വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ സ്വാഗതവും മാണിക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹനൻ നന്ദിയും പറഞ്ഞു. വളരെ പെട്ടെന്നാണ് ഈ യോഗം വിളിച്ചത്. എല്ലാ വർഷവും നടത്താറുള്ളത് പോലെ നമ്മുടെ ജില്ലയിൽ ഏറ്റവും ശ്രദ്ധേയമായ വിധത്തിലുള്ള മെറിറ്റ് അവാർഡ് നടക്കുന്നത് ഒല്ലൂർ മണ്ഡലത്തിലാകാനാണ് സാധാരണ പതിവ്. സംഘാടന മികവ് കൊണ്ടും പ്രാതിനിധ്യം കൊണ്ടും നമ്മുടെ കൂട്ടായ്മ കൊണ്ടും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു നടപടിയായിട്ട് അത് മാറാറുണ്ട്. ഇത്തവണയും ആ വിധത്തിൽ നമ്മുടെ കൃഷി സമൃദ്ധിയുടെ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ദീപു കൂടിയെത്തിയിട്ടുണ്ട്. ഇത്തവണയും ആ വിധത്തിൽ വളരെ ശ്രദ്ധേയമായ വിധത്തിലുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കണം എന്നാലോചിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഘാടക സമിതി വിളിച്ചു ചേർക്കാൻ ആലോചിച്ചിട്ടുണ്ട്. ആ സംഘാടക സമിതി പ്രധാനമായും നമുക്ക് നടത്താൻ പോകുന്ന പരിപാടികളുടെ വൈവിധ്യത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുകയും ഈ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ HMമാരും PTA പ്രസിഡന്റുമാരും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി ഒരു യോഗം നടത്തി സ്കൂളുകളുടെ പ്രവർത്തനാരംഭം നന്നായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചന നടത്തുന്നതിന്റെ തുടർച്ച എന്ന വിധത്തിൽ ഏതെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ ബന്ധപ്പെട്ട സ്കൂൾ അധികാരികൾക്ക് കൂടി നടത്താനുണ്ടെങ്കിൽ അതുകൂടി കേൾക്കാനും ആ വിധത്തിൽ കാര്യങ്ങൾ തയ്യാറാക്കാനും വേണ്ടിയാണ് ഇത്തവണത്തെ യോഗം ചെയ്തത്. ഇത്തവണയും നമുക്ക് കാലിക്കറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസിലുള്ള കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഈ പരിപാടി നടത്തണം എന്നാണ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്.
ഏകദേശം 29-ാം തീയതിയാണ് ഇതിൻ്റെ ഒരു തീയതിയായി നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ഇത്തവണയും നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കുട്ടികളെ ആദരിക്കാൻ വേണ്ടി എത്തിച്ചേരും എന്ന് നമ്മൾ കരുതുന്നു. സമരം രണ്ടാം ഘട്ടം. രാവിലെ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന് ശേഷം മേയറും കോർപ്പറേഷൻ സെക്രട്ടറിയും മേയറും നേരിട്ട് വന്ന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കുവാൻ വെൽഡിംഗ് ചെയ്ത ഭാഗം പെയിന്റടിച്ച് കൃത്രിമമായി പണികൾ ചെയ്തുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം എറണാകുളം സ്വദേശിയായ ജിതിൻ ജോസഫിന്റെ വാഹനമായ കാർ KL07BK 5312 സ്വിഫ്റ്റ് മാരുതി കയറ്റി പരീക്ഷണം നടത്തിയപ്പോൾ വീണ്ടും ഇരുമ്പു പൈപ്പുകൾ ഒടിഞ്ഞു വളയുകയും കാർ 3 മണിക്കൂറായി കുടുങ്ങി നിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. പരീക്ഷണം നടത്തുവാൻ മേയറുടെ സെക്രട്ടറിയുടെയും ഉദ്യോഗസ്ഥരുടെയും കൗൺസിലർമാരുടെയോ വാഹനങ്ങൾ ഉള്ളപ്പോൾ കോർപ്പറേഷനിലെ വൈദ്യുതി വിഭാഗത്തിലേക്ക് വന്ന വ്യക്തികളുടെ കാറിട്ട് പരീക്ഷണം നടത്തിയത് കൊലച്ചതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ അഭിപ്രായപ്പെട്ടു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ വീണ്ടും 3 മണി മുതൽ 5 മണി വരെ കാർ പാർക്കിംഗിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധ സമരം നടത്തി. പ്രതിഷേധത്തിൽ സുനിൽ രാജ്, ലാലി ജെയിംസ്, മേഫി ഡെൽസൺ, സുനിത വിനോ, എബി വർഗീസ്, മുകേഷ് കൂളപ്പറമ്പിൽ, ജയപ്രകാശ് പൂവിത്തിങ്കൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം കൊടുത്തു. തൃശൂരിന്റെ തനത് ജൈവ വൈവിധ്യത്തെ തൊട്ടറിഞ്ഞ് ലോക പരിസ്ഥിതി ദിനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം നടത്തി. തൃശൂർ ജില്ലാ ഭരണകൂടവും ആൻഡുറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ റണ്ണിംഗ് ക്ലബ്ബും ചേർന്നാണ് പുഴയ്ക്കൽ കോൾപ്പാടം ബണ്ട് റോഡിലൂടെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. തൃശൂർ പുഴയ്ക്കൽ ശോഭ സിറ്റി പരിസരത്ത് നിന്നും രാവിലെ 6:15 ആരംഭിച്ച കൂട്ടയോട്ടം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് കൂട്ടയോട്ടത്തിൽ പങ്കാളിയായി. കുരിഞ്ഞാക്കൽ പുല്ലഴി പാലം വഴി 6 കിലോമീറ്റർ ദൂരം നടന്ന കൂട്ടയോട്ടത്തിൽ പങ്കെടുത്ത 50 പേർക്കും വിവിധയിനം ഫലവൃക്ഷ തൈകൾ EAT ക്ലബ്ബ് വിതരണം ചെയ്തു. പരിസ്ഥിതി ദിനാചരണത്തോടൊപ്പം ജില്ലയിലെ ടൂറിസം സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിനായി ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്ന എക്സ്പ്ലോർ തൃശൂരിന്റെ ഭാഗമായി കൂടിയാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. സമുദ്രനിരപ്പിൽ താഴെ സ്ഥിതി ചെയ്യുന്ന ജൈവ വൈവിധ്യ സമ്പന്നമായ തൃശൂരിന്റെ കോൾപ്പാടങ്ങൾക്ക് പാരിസ്ഥിതിക പ്രാധാന്യം ഏറെയാണ്. വ്യത്യസ്തമായ ആവാസ വ്യവസ്ഥയിൽ പരിസ്ഥിതിയെ അടുത്തറിഞ്ഞ് കോൾബണ്ട് റോഡുകളിലൂടെയുള്ള യാത്ര മറ്റൊരു അനുഭവതലമാണ് ഓരോരുത്തർക്കും സമ്മാനിക്കുന്നത്. ഒട്ടനവധി വൈവിധ്യ ജീവജാലങ്ങളും മത്സ്യസമ്പത്തും ദേശാടന പക്ഷികളും ജലപ്പരപ്പിലെ ചെറുസസ്യങ്ങളുടെ പൂക്കളും കാറ്റിന്റെ ഓളപ്പരപ്പുമെല്ലാം കോൾപ്പാടങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല.
പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. SSLC +2 വിജയികൾക്ക് ആദരമൊരുക്കി മഹാത്മാ കരുമത്ര. 2024-2025 അധ്യയന വർഷത്തിലെ SSLC +2 പരീക്ഷയിൽ കരുമത്ര വടക്കേക്കര 2ാം വാർഡിൽ നിന്ന് വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ വീടുകളിൽ ചെന്ന് ഉപഹാരം നൽകി ആദരിച്ചു. കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്ത് സംഘം പ്രസിഡന്റ് സന്തോഷ് ഏറക്കാട് അധ്യക്ഷനായി. ഭാരവാഹികളായ NM വിനീഷ്, ജെയിംസ് കുണ്ടുകുളം, A ബഷീർ, AB സഞ്ജയ് തുടങ്ങിയവർ ആദരിക്കലിന് നേതൃത്വം കൊടുത്തു. കനറ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക എന്ന് BEFI. ബാങ്കുകളിൽ സബ് സ്റ്റാഫ് തസ്തികയിൽ സ്ഥിരം നിയമനം നടത്തണമെന്ന് ഇപ്പോൾ ജില്ലാ ബാങ്കുകളിൽ നിയമന പരസ്യം പ്രസിദ്ധീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സബ് സ്റ്റാഫ് നിയമനം നടക്കുമ്പോൾ ബാങ്കുകളിൽ 20-25 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കനറ ബാങ്ക് റീജിയണൽ ഓഫീസിന് മുൻപിൽ BTEF, CBSU, EFI നടത്തിയ ധർണ CITU തൃശൂർ ജില്ലാ സെക്രട്ടറി T സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. BTEF തൃശൂർ ജില്ലാ പ്രസിഡന്റ് M ഹരിദാസ് അധ്യക്ഷത വഹിച്ച ധർണയിൽ BEFI സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെറിൻ K ജോൺ, BEFI തൃശൂർ ജില്ലാ സെക്രട്ടറി ജയരാജൻ VK, BEFI ജില്ലാ പ്രസിഡന്റ് A ജയൻ, AKBRF ജില്ലാ പ്രസിഡന്റ് CA മോഹൻ, AKBRF ജില്ലാ സെക്രട്ടറി PK വിപിൻ ബാബു, BTEF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി A ഷാജു, BEFI തൃശൂർ വനിതാ സബ് കമ്മിറ്റി കൺവീനർ A ഷൈമി, CSB സ്റ്റാഫ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ജിബിൻ ജോസഫ്, AKBRF സംസ്ഥാന പ്രസിഡന്റ് N സുരേഷ് തുടങ്ങിയവർ അഭിവാദ്യം ചെയ്തു. BTEF തൃശൂർ ജില്ലാ സെക്രട്ടറി സോണിയ റോബിൻസൺ സ്വാഗതവും BTEF സംസ്ഥാന കമ്മിറ്റി അംഗം സുനിത ഗോപി നന്ദിയും പറഞ്ഞു. കെട്ടിടങ്ങളുടെ അപകടാവസ്ഥ തുടരുമ്പോഴും ബലക്ഷമത സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചു വരുവാൻ കെട്ടിട ഉടമകൾക്ക് നിർദ്ദേശം നൽകി തൃശൂർ കോർപ്പറേഷൻ. നഗരത്തിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളിൽ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിൽ അലംഭാവം കാണിച്ചുവെന്ന ആരോപണം കോർപ്പറേഷൻ നേരിടുമ്പോഴും തകർന്നു വീഴാറായ കെട്ടിട ഉടമകൾക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാൻ രേഖാമൂലം കത്തുകൊടുത്ത് സഹായിച്ച് തൃശൂർ കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിലെ അനാസ്ഥ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ കടുങ്കൈ കോർപ്പറേഷൻ ചെയ്തിട്ടുള്ളത്. സ്വരാജ് റൗണ്ടിലെ കെട്ടിടം തകർന്നു വീണ കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെയാണ്. MO റോഡിലെ കെട്ടിട ഉടമയ്ക്ക് ബലക്ഷമതാ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുവാൻ ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ കത്ത് നൽകിയിരിക്കുന്നതെന്ന് കോർപ്പറേഷൻ കൗൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. ജീർണാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുവാൻ കോർപ്പറേഷന് തന്നെ അധികാരം ഉണ്ടെന്നിരിക്കെയാണ് ഈ അധികാരം ഉപയോഗിക്കാതെ കെട്ടിട ഉടമകൾക്ക് സ്ട്രക്ചറൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാനുള്ള കൈവിട്ട കളി കോർപ്പറേഷൻ തന്നെ കാണിച്ചു കൊടുക്കുന്നത്. ഭരണാധികാരികളുടെ അറിവോടും സമ്മതത്തോടെയുമാണ് തകർന്നു വീഴുവാൻ സാധ്യതയുള്ള കെട്ടിട ഉടമകൾക്ക് അപകടാവസ്ഥ നിലനിർത്തുവാനുള്ള വഴി കോർപ്പറേഷൻ തന്നെ തെളിയിച്ചു കൊടുത്തത്. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുടെ ഉടമകൾ മേയറെയും CPM നേതാക്കളെയും സമീപിക്കുമ്പോൾ അവരോട് കോർപ്പറേഷൻ അപേക്ഷ നൽകുവാൻ ഇവർ തന്നെ നിർദ്ദേശിക്കുകയും ഇങ്ങനെ ലഭിക്കുന്ന ഇവരുടെ അപേക്ഷയിന്മേൽ കോർപ്പറേഷന്റെ തന്നെ രേഖാമൂലമുള്ള കത്തോടെ കെട്ടിട ഉടമകൾ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്ട്രക്ചറൽ ഡിപ്പാർട്ട്മെന്റിനെ സമീപിച്ച് ബലക്ഷമതാ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് പൊളിക്കൽ നടപടിയിൽ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്തുവരുന്നത്. കോർപ്പറേഷന്റെ തന്നെ ഔദ്യോഗിക രേഖാമൂലമുള്ള കത്ത് ലഭിക്കുന്നതോടെ എഞ്ചിനീയറിംഗ് കോളേജിന് ബലക്ഷമതാ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുവാനുള്ള നടപടിക്രമങ്ങൾ എളുപ്പമാവുകയും ചെയ്യും. നഗരത്തിലെ കെട്ടിടങ്ങളുടെ അപകടാവസ്ഥ തുടരാൻ കോർപ്പറേഷൻ തന്നെ കൂട്ടുനിൽക്കുന്നതാണ് ഇവിടെ തെളിയുന്നതെന്ന് ജോൺ ഡാനിയൽ പറയുന്നു. ബന്ധപ്പെട്ടവരുടെ അറിവോടെയും സമ്മതത്തോടെയും നടക്കുന്ന ഈ അന്തർനാടകങ്ങൾക്ക് അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളിൽ തൊഴിലെടുക്കുന്നവരുടെയും വന്നുപോകുന്നവരുടെയും ജീവന്റെ വിലയാണ് ഭരണാധികാരികൾ കൈപ്പറ്റുന്നതെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. കെട്ടിട ഉടമകൾക്ക് ബലക്ഷമതാ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുവാനുള്ള സൗകര്യം കോർപ്പറേഷൻ തന്നെ ചെയ്തു കൊടുത്തത് വിവരം പുറത്തുവന്ന സ്ഥിതിക്ക് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന മേയറുടെ വാദം പൊളിഞ്ഞിരിക്കുകയാണ്. സ്വരാജ് റൗണ്ടിലെ തകർന്നു വീണ കെട്ടിടം പൊളിച്ചു നീക്കിയത് മേയറും കെട്ടിട ഉടമയും CPM നേതാക്കളും കൂടി നടത്തിയ ഗൂഢാലോചനയാണ്. ഇതിന്റെ തെളിവുകൾ വരും ദിവസത്തിൽ പുറത്തുവിടുമെന്നും ജോൺ ഡാനിയൽ പറഞ്ഞു. 4ാം ദിവസവും സ്വർണവില കൂടി.
തുടർച്ചയായ 4-ാം ദിവസവും സ്വർണ്ണവില കൂടി. ഇന്ന് ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയുമാണ് കൂടിയത്. ഇതോടെ പവന് 73,040 രൂപയും ഗ്രാമിന് 9,130 രൂപയുമായി. ഇന്നലെ ഗ്രാമിന് 10ഉം പവന് 80 രൂപയുമാണ് വർദ്ധിച്ചിരുന്നത്. 72,720 രൂപയായിരുന്നു പവൻ വില. 74,320 രൂപയാണ് സ്വർണത്തിന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വില. ഈ വർഷം ഏപ്രിൽ 22-നായിരുന്നു സ്വർണം ഈ മോഹവിലയെ തൊട്ടത്. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ OBC വിഭാഗത്തിലെ പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ധനസഹായ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കുടുംബ വാർഷിക വരുമാന പരിധി 2.5 ലക്ഷം രൂപയാണ്. പ്രായപരിധി 60 വയസ്സ് കവിയരുത്. മുൻ വർഷങ്ങളിൽ ധനസഹായം ലഭിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷകൾ ജൂൺ 15 മുൻപായി സമർപ്പിക്കണം. ഫോൺ 0492222335 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. കോട്ടൺ മുണ്ടിന് JBC, കസവ് സാരിക്ക് JBC, കാവിലുങ്കിക്ക് ജിൻഡോസ്, ഫോർമൽ ഷർട്ടിന് അൽത്തോബി. JBC ജിൻഡോസ് അൽത്തോബി. വ്യക്തിത്വത്തെ നെയ്തെടുക്കുന്നു. JBC, ബിന്ദുസ്, അൽത്തോബി, JB കമ്പനി ഉൽപ്പന്നം, ഈറോഡ്. വീണ്ടും വാർത്തയിലേക്ക്. പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS വൃക്ഷത്തൈകൾ നട്ടു. ഇരിഞ്ഞാലക്കുട ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി തൃശൂർ റൂറൽ പോലീസ് ആസ്ഥാന മന്ദിര പരിസരത്ത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. പ്രസ്തുത ചടങ്ങിൽ അഡീഷണൽ SP ഉല്ലാസ് VA, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ബിജോയ് PR, ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ഉല്ലാസ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ശ്രീകുമാർ KV, അക്കൗണ്ട്സ് ഓഫീസർ സന്തോഷ് KA, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും മിനിസ്റ്റീരിയൽ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കാളികളായി. പ്രകൃതിയെ നമുക്ക് ലഭിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ വരും തലമുറയ്ക്ക് കൈമാറുവാനുള്ള ഉത്തരവാദിത്തം ഓരോരുത്തർക്കുമുണ്ട്. ജൈവ വൈവിധ്യക്ഷേമം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന്റെ തന്നെ അടിസ്ഥാന ഘടകമാണ്. ആരോഗ്യകരമായ ആവാസ വ്യവസ്ഥയ്ക്ക് മഹാവ്യാധികളെ വരെ ചെറുത്തു നിർത്തുവാൻ സാധിക്കും. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ്. ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക, 2040ഓടെ പ്ലാസ്റ്റിക് മലിനീകരണത്തിൽ നിന്നും മുക്തമാകുക എന്നതും പ്രധാന ലക്ഷ്യമാണ്. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, പ്ലാസ്റ്റിക്കിന് ബദൽ ഉപയോഗങ്ങൾ കണ്ടെത്തുക, പ്ലാസ്റ്റിക് മാലിന്യ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുക, പ്ലാസ്റ്റിക് ഉപയോഗശീലങ്ങൾ മാറ്റുക എന്നീ പ്രാവർത്തികമാക്കി ഈ ലക്ഷ്യം നമുക്ക് കൈവരിക്കാം. സംസ്ഥാനത്തെ OBC വിഭാഗത്തിൽ വരുന്ന പരമ്പരാഗത കരകൗശല വിദഗ്ധർക്ക് പണിയായുധങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയും പ്രായപരിധി 60 വയസ്സും കവിയരുത്. ജൂൺ 15 മുൻപായി അപേക്ഷ സമർപ്പിക്കണം. ഫോൺ 0492222335 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അബ്കാരി കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 2020 ഏപ്രിൽ മാസം 28-ാം തീയതി പോട്ട പാറക്കോട്ടിക്കൽ അമ്പലത്തിനടുത്തുള്ള വീടിന്റെ കിടപ്പുമുറിയിൽ നിരോധിത ചാരായം നിർമ്മിക്കുന്നതിനായി വാറ്റുപകരണങ്ങളും വാഷും മറ്റും സൂക്ഷിച്ച സംഭവത്തിൽ അറസ്റ്റിലായി കോടതിയിൽ നിന്നും ജാമ്യത്തിലിറങ്ങി മുങ്ങി നടന്നിരുന്ന ചാലക്കുടി പോട്ട സ്വദേശി ഉല്ലൂക്കാരൻ വീട്ടിൽ ഗിരീഷ് എന്നയാളെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ ഗിരീഷിനെ റിമാൻഡ് ചെയ്തു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, ഷാജഹാൻ, CPOമാരായ ബൈജു, രതീഷ്, സജിത് തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കാട്ടിക്കുളം ഭരതൻ അന്തരിച്ചു. പ്രമുഖ പ്രവാസി വ്യവസായിയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യവും കാറളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജറുമായ
കാട്ടിക്കുളം ഭരതൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം പ്രസിഡന്റ്, ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഇരിഞ്ഞാലക്കുട ലോക്കൽ അസോസിയേഷൻ പ്രസിഡന്റ്, കേരള എയ്ഡ്സ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ്, ശാന്തിനികേതൻ സ്കൂൾ സ്ഥാപക വൈസ് ചെയർമാൻ, ശ്രീനാരായണ ക്ലബ് പേട്രൺ, കേരള പഞ്ചഗുസ്തിയുടെ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. കാറളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കാറളം ALP സ്കൂൾ, പന്തല്ലൂർ ജനത UP സ്കൂൾ, പോങ്കോത്ര ALP സ്കൂൾ എന്നിങ്ങനെ 4 സ്കൂളുകൾ സ്വന്തമായുണ്ട്. കട്ടിലപ്പുവം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവക അംഗമായ ചെറുപ്പുറത്ത് പരേതനായ യോഹന്നാൻ ഭാര്യ ഏലിയാമ്മ നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം നാളെ ശനിയാഴ്ച രാവിലെ 11-ന് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാടക്കത്തറ പഞ്ചായത്ത് ഐഫ്രം ഇൻക്യുബേഷൻ സെന്റർ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പൂച്ചട്ടി സെന്ററിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും KC അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണനെ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ചടങ്ങിൽ എത്തി റവന്യൂ മന്ത്രി കെ രാജൻ പൊന്നാടയണിയിച്ച് ആശംസകൾ നേർന്നു. ആശാ വർക്കർമാർക്ക് നീതി ലഭിക്കും വരെ സന്ധിയില്ലാ സമരം നടത്തുമെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.